സ്റ്റുഡൻറ്റ് ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്ടീരിയോളജിയിൽ സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയയെ പറ്റിയിട്ടാണ് പഠിച്ചത് അല്ലേ. ഗ്രാം പോസിറ്റീവ് കോക്കൈ ബാക്ടീരിയയിൽപ്പെട്ട സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രതിപാദിച്ചത്. സ്റ്റെഫൈലോകോക്കസ് കോക്കൈ ബാക്ടീരിയയിൽപ്പെട്ടതാണെന്നും അത് എന്തൊക്കെ രീതിയിലുള്ള അസുഖങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നും MRSAയും MSSAയും എന്തൊക്കെയാണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ സ്റ്റെഫൈലോകോക്കസിൽ തന്നെ പാത്തോജനിക്കായിട്ടുള്ള സ്റ്റെഫൈലോകോക്കസ് ആറിയസിനെ കുറിച്ചിട്ട്, സ്റ്റെഫൈലോകോക്കസ് ആറിയസ് എന്ന് പറയുന്ന ബാക്ടീരിയയെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് അതിൻ്റെ മെഡിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാം പോസിറ്റീവ് കോക്കൈ ബാക്ടീരിയ ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സ്റ്റെഫൈലോകോക്കസും സ്ട്രെപ്റ്റോകോക്കസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റെഫൈലോകോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കൂട്ടമായിട്ട് നിൽക്കുന്ന ബാക്ടീരിയ. ഞാൻ കഴിഞ്ഞ ലെക്ചർ വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, റൗണ്ട് ഷേപ്പിലുള്ള ബാക്ടീരിയകൾ കൂട്ടം കൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു മുന്തിരിക്കുല പോലെ കാണപ്പെടുന്ന ആ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് പറയുന്ന സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ്, ഗ്രാം പോസിറ്റീവ് തന്നെയാണ്, പക്ഷേ ചെയിനായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതായത് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ രണ്ടും ഗ്രാം പോസിറ്റീവ് തന്നെയാണ്, രണ്ടും റൗണ്ട് ഷേപ്പ് തന്നെയാണ്, പക്ഷേ അറേഞ്ച്മെൻറ്റിലുള്ള വ്യത്യാസമാണ് സ്റ്റെഫൈലോകോക്കസും സ്ട്രെപ്റ്റോകോക്കസും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കൂട്ടമായിട്ടാണ് നിൽക്കുന്നതെന്നും, സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്നത് എന്തായിട്ടാണ്, ചെയിൻ രീതിയിലാണ് നിൽക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി. അറേഞ്ച്മെൻറ്റ് ഓഫ് ബാക്ടീരിയയാണത്. അപ്പോൾ ഈ സ്റ്റെഫൈലോകോക്കസും സ്ട്രെപ്റ്റോകോക്കസും ഈ അറേഞ്ച്മെൻറ്റിലുള്ള വ്യത്യാസം കൊണ്ട് മാത്രമാണോ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അല്ല. ഇവർ പരത്തുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ ഇവരുണ്ടാക്കുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ ഡിസീസുകളിൽ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിലും വ്യത്യാസങ്ങളുണ്ട്. ഇവരിലേക്ക് ഉപയോഗിക്കുന്ന, യൂസ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്സുകളിലും വ്യത്യാസമുണ്ട്. മെജോറിറ്റി സ്റ്റെഫൈലോകോക്കസുകളെല്ലാം ബീറ്റ ഹീമോലൈറ്റിക് ബാക്ടീരിയകളായിരിക്കും സ്റ്റെഫൈലോകോക്കസുകൾ. അപ്പോൾ മീഡിയ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പഠിച്ച പോലെ തന്നെ ബ്ലഡ് അഗാർ, മെക്കോങ്കി അഗാർ, ചോക്ലേറ്റ് അഗാർ, ഇങ്ങനെ ഒരുപാട് മീഡിയകൾ നമ്മൾ ബാക്ടീരിയകളെ വളർത്തുന്നതിനെ പറ്റിയിട്ട് ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ബ്ലഡ് അഗാറിൽ ഹിമോലൈസിസ് നടത്തുന്ന ബാക്ടീരിയകളെ വളർത്തിയെടുക്കാൻ ഉപയോഗിക്കുന്ന മീഡിയയാണ് ഈ ബ്ലഡ് അഗാർ മീഡിയ. ഈ ഒരു ബ്ലഡ് അഗാർ മീഡിയയിൽ തന്നെ 3 രീതിയിലാണ് ഹിമോലൈറ്റിക് ബാക്ടീരിയകൾ വളരുക എന്നുള്ളതെല്ലാം നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഹിമോലൈറ്റിക്? അതായത് ബ്ലഡ് അഗാർ മീഡിയയിൽ ബ്ലഡ് സെല്ലുകൾ, RBCs ഉണ്ടാകും. ആ RBCകളെ ലൈസിസ് ചെയ്ത് നശിപ്പിച്ചിട്ട് അതിൽ നിന്നും ന്യൂട്രിയൻസ് എടുത്ത് ജീവിക്കുന്ന ബാക്ടീരിയകൾ. ആ ഒരു ബാക്ടീരിയയിൽപ്പെട്ട ബാക്ടീരിയകളാണെന്ത്, ഈ സ്റ്റെഫൈലോകോക്കസും സ്ട്രെപ്റ്റോകോക്കസും എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഇവർക്ക് നമ്മളുടെ RBC സെല്ലുകളെ, നമ്മളുടെ രക്തകോശങ്ങളെ
ലൈസിസ് നശിപ്പിക്കാനും ആ RBC രക്തകോശങ്ങളിലുള്ള ന്യൂട്രിയൻസ് എടുത്ത് ജീവിക്കാനും ഇവർക്ക് കഴിയും. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, നമ്മളുടെ RBC സെല്ലുകളെ നശിപ്പിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗ്രാം പോസിറ്റീവായിട്ടുള്ള കൊക്കൈ ഷേപ്പ്ഡ് ആയിട്ടുള്ള സ്റ്റഫൈലോകോക്കസും സ്ട്രെപ്റ്റോകോക്കസും ഹിമോലൈറ്റിക് ബാക്ടീരിയകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഹിമോലൈറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീം എന്ന് പറഞ്ഞാൽ ബ്ലഡ് എന്നാണ് അർത്ഥം. ലൈറ്റിക് അല്ലെങ്കിൽ ലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഹിമോലൈറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രക്തകോശങ്ങളെ വിഭജിക്കാൻ അല്ലെങ്കിൽ മുറിക്കാനുള്ള കഴിവ്, കട്ട് ചെയ്യാനുള്ള കഴിവ് ഈ 2 ബാക്ടീരിയകൾക്കും ഉണ്ട്. എന്തിനാണ് ഈ 2 ബാക്ടീരിയകളും നമ്മളുടെ രക്തകോശങ്ങളെ നശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനാണ് അവർ ഈ ഒരു RBC സെല്ലുകളെ നശിപ്പിക്കുന്നത്? അതായത് നമ്മളുടെ RBC സെല്ലുകളിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. ആ ന്യൂട്രിയൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒന്നും കൂടി വളരാനും എന്താ പറയുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ മുറി പഴുക്കുക അല്ലെങ്കിൽ നമ്മളുടെ വൂണ്ട്, നമുക്ക് എവിടെയെങ്കിലും ഒരു കട്ട് വന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മുറിവായിട്ടുണ്ടെങ്കിൽ ആ മുറിവായ ഭാഗത്ത് പഴുപ്പ് വരിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പസ് ഫോർമേഷൻ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റഫൈലോകോക്കസോ സ്ട്രെപ്റ്റോകോക്കസോ ബാക്ടീരിയകൾ ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു മുറിവിൽ പസ് ഫോർമേഷൻ നടക്കുന്നത് ഈ സ്ട്രെപ്റ്റോകോക്കസും സ്റ്റഫൈലോകോക്കസോ ആ മുറിവിൽ ഉണ്ടെങ്കിൽ ഇവർ ആ മുറിവിലൂടെ കയറിയിട്ട് നമ്മളുടെ ശരീരത്തിലുള്ള അതായത് ആ മുറിവായ ഭാഗത്ത് RBC സെല്ലുകൾ ഉണ്ടാവുമല്ലോ, ആ RBC സെല്ലുകളെ ലൈസിസ് ചെയ്യുമ്പോൾ ആ RBC സെല്ലുകൾ നശിച്ച് മാറുന്നതാണ് നമുക്ക് പസ്സായിട്ട് മാറുന്നത് അല്ലെങ്കിൽ പഴുപ്പായിട്ട് മാറുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ മുറിവുകളിൽ പഴുപ്പുണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഈ സ്റ്റഫൈലോകോക്കസിനാണെങ്കിലും സ്ട്രെപ്റ്റോകോക്കസിനാണെങ്കിലും ഒരുപാട് രീതിയിലുള്ള എൻസൈമുകളുണ്ട്. ആ എൻസൈമുകൾ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളുടെ സ്കിൻ ബാരിയേഴ്സിനെ അല്ലെങ്കിൽ സെൽ ബാരിയേഴ്സിനെ നശിപ്പിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ നടത്താനുള്ള കഴിവും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാം പോസിറ്റീവ് കൊക്കൈ ബാക്ടീരിയയിൽപ്പെട്ട സ്റ്റഫൈലോകോക്കസും സ്ട്രെപ്റ്റോകോക്കസും ഹിമോലൈറ്റിക് ബാക്ടീരിയകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ ഒരു ഹിമോലൈറ്റിക് ബാക്ടീരിയകളെ തന്നെ 3 ആക്കി തരംതിരിച്ചിട്ടുണ്ട്. ബീറ്റ ഹിമോലൈറ്റിക് ബാക്ടീരിയ, ആൽഫ ഹിമോലൈറ്റിക് ബാക്ടീരിയ ആൻഡ് ഗാമ ഹിമോലൈറ്റിക് ബാക്ടീരിയ. അപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ എന്നാണ് ഈ ആൽഫ, ബീറ്റ, ഗാമ ഹിമോലൈറ്റിക് ബാക്ടീരിയകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബീറ്റ ഹിമോലൈറ്റ് അല്ലെങ്കിൽ ആൽഫ ഹിമോലൈറ്റിക്, അത് നമുക്ക് ആ ഓർഡറിൽ പറഞ്ഞിട്ട് പോകാം. അപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ, ആൽഫ ഹിമോലൈറ്റിക് ബാക്ടീരിയ, ബീറ്റ ഹിമോലൈറ്റിക് ബാക്ടീരിയ ആൻഡ് ഗാമ ഹിമോലൈറ്റിക് ബാക്ടീരിയ. ആൽഫ ഹിമോലൈറ്റിക് ബാക്ടീരിയയുടെ സവിശേഷത എന്താ വെച്ചാൽ അത് ബ്ലഡിനെ പാർഷ്യലായിട്ട് മാത്രമേ നശിപ്പിക്കുകയുള്ളൂ. ഫുള്ളി നശിപ്പിക്കില്ല, പാർഷ്യലി ആയിട്ടാണ് ഈ ഒരു ബാക്ടീരിയ നമ്മളുടെ RBC സെല്ലുകളെ നശിപ്പിക്കുന്നത്.
ഈ ആൽഫ ഹിമോലൈറ്റിക് ബാക്ടീരിയയിൽ പെട്ട ബാക്ടീരിയയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ. അപ്പോൾ ഈ ആൽഫ ഹിമോലൈറ്റിക് ബാക്ടീരിയ നമ്മൾ ബ്ലഡ് അഗാറിൽ വളർത്തിയെടുക്കുന്ന സമയത്ത് ആ ബാക്ടീരിയയുടെ കോളനിക്ക് ചുറ്റും ചെറിയൊരു ഗ്രീനിഷ് കളറ് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ആ ചെറിയ ഗ്രീനിഷ് കളറ് എന്ന് വെച്ചാൽ ഇത് പാർഷ്യലി ഹിമോലൈറ്റിക് ബാക്ടീരിയയാണ്. അതായത് പാർഷ്യലായിട്ടാണ് RBC സെല്ലുകളെ നശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ കോളനിക്ക് ചുറ്റും ചെറിയൊരു ഗ്രീൻ ടിഞ്ച് വരാനുള്ള കാരണം. ഇനി ബീറ്റ ഹിമോലൈറ്റിക് ബാക്ടീരിയ, അതിൽപ്പെട്ട ബാക്ടീരിയയാണ് സ്റ്റഫൈലോകോക്കസ് aureus എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ അതല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ സ്ട്രെപ്റ്റോകോക്കസിൻ്റെ മുന്നേ പഠിച്ച സ്റ്റഫൈലോകോക്കസ് aureus. ഈ സ്റ്റഫൈലോകോക്കസ് aureus ആണ് ബീറ്റ ഹിമോലൈറ്റിക് ബാക്ടീരിയയിൽ വരുന്നത്. എന്താണ് ഈ ബീറ്റ ഹിമോലൈറ്റിക് ബാക്ടീരിയയുടെ പ്രത്യേകത? അത് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ഓഫ് RBC ആണ്. RBCയെ മുഴുവനായിട്ട് നശിപ്പിക്കും. അപ്പോൾ നമുക്ക് ബ്ലഡ് അഗാറിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കോളനിക്ക് ചുറ്റും ക്ലിയർ സോണാണ്. അതായത് എല്ലാ RBCയെയും അത് നശിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്കൊരു ക്ലിയർ സോണായിട്ടാണ് ആ ബാക്ടീരിയക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഗാമ ഹിമോലൈറ്റിക് ബാക്ടീരിയകൾ RBCയെ നശിപ്പിക്കാത്ത ബാക്ടീരിയകളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആൽഫ ഹിമോലൈറ്റിക് ബാക്ടീരിയയിൽപ്പെട്ട സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയകളെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കറിയാം സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ ബാക്ടീരിയകളുണ്ട്. അപ്പോൾ വിശദമായിട്ട് എന്തൊക്കെയാണ് ഈ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയകളുടെ പ്രത്യേകതകൾ, അവരെന്തൊക്കെ അസുഖങ്ങളാണ് വരുത്തുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയകൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു ചെയിൻ രൂപത്തിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇതൊരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയാണ്. ഇനി ഈ ഒരു സ്റ്റെഫൈലോകോക്കസിനെയും സ്ട്രെപ്റ്റോകോക്കസിനെയും നമുക്ക് എങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റും അല്ലേ? രണ്ടും കോക്കൈ ഷേപ്പ്ഡാണ്, ഗ്രാം പോസിറ്റീവാണ്. പിന്നെ നമുക്ക് ഈ ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഇത് എല്ലാം ചെയിനായിട്ട് കിടക്കുന്ന ബാക്ടീരിയകൾ സ്ട്രെപ്റ്റോകോക്കസ് ആണെങ്കിൽ പോലും നമുക്ക് ചില സമയത്ത് സ്റ്റെഫൈലോകോക്കസും സ്ട്രെപ്റ്റോകോക്കസും ചില കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം രണ്ടും റൗണ്ട് ഷേപ്പാണ്, രണ്ടും ഈ ഒരു പർപ്പിൾ കളറാണ്. സോ ഇത് കൂട്ടം കൂടിയിട്ടാണോ നിൽക്കുന്നത്, ചെയിനായിട്ടാണോ നിൽക്കുന്നത് എന്ന് ചില സമയത്ത് നമുക്ക് ഒരു ഡൗട്ട് വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ കാറ്റലൈസ് റിയാക്ഷൻ നോക്കും. കാറ്റലൈസ് എന്ന് പറയുന്നത് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അപ്പോൾ ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് ഇപ്പോൾ നമ്മൾ അതിനെയാണ് കാറ്റലൈസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡ് നമ്മൾ ഒരു സ്ലൈഡിൻ്റെ മേലെ വെക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് സംശയമാണ് ഇത് സ്റ്റെഫൈലോകോക്കസ് ആണോ സ്ട്രെപ്റ്റോകോക്കസ് ആണോ, ഇത് ഏത് ബാക്ടീരിയ ആണെന്ന് നമുക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബാക്ടീരിയയെ കുറച്ചെടുത്തിട്ട്, ആ കോളനി കുറച്ചെടുത്തിട്ട് ഒരു സ്ലൈഡിൽ, ഗ്ലാസ് സ്ലൈഡിലാക്കിയതിന് ശേഷം ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ആ ഒരു കോളനിയുടെ മേലെ ഒരു ഡ്രോപ്പ് ഒറ്റിച്ചു കൊടുക്കും. ഒറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് എഫർവസൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബബിൾസ് വരികയാണെങ്കിൽ അത് കാറ്റലൈസ് പോസിറ്റീവാണ്, അത് സ്റ്റെഫൈലോകോക്കസ് ആയിരിക്കും. എന്നാൽ ഈ ബാക്ടീരിയ കോളനിയുടെ മേലേക്ക് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒറ്റിച്ചപ്പോൾ ബബിൾസ് ഒന്നും വന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് സ്ട്രെപ്റ്റോകോക്കസ് ആയിരിക്കും. എങ്ങനെയാണ് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകളിൽ എന്തെങ്കിലും നമുക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണെന്ത്,
ഈ ഒരു കാറ്റലൈസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റലൈസ് ടെസ്റ്റ് ചെയ്താലാണ് നമുക്ക് അത് സ്റ്റഫൈലോകോക്കസ് ആണോ സ്ട്രെപ്റ്റോകോക്കസ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് എഫറവസൻസ് വരിക, അതായത് ഒരുപാട് ബബിൾസ് വരികയാണ് ആ ബാക്ടീരിയയുടെ മേലേക്ക് നമ്മൾ, അല്ലെങ്കിൽ ആ കോളനിയുടെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബബിൾസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റഫൈലോകോക്കസും, ബബിൾസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്ട്രെപ്റ്റോകോക്കസും ആയിരിക്കും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഇവ രണ്ടിനെയും നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറ്. സ്ട്രെപ്റ്റോകോക്കസിൻ്റെ ഒരുപാട് ബാക്ടീരിയകളുണ്ട്. സ്ട്രെപ്റ്റോകോക്കസ് അസിഡോമിനിമസ്, സ്ട്രെപ്റ്റോകോക്കസ് അഗലാക്റ്റിയെ, സ്ട്രെപ്റ്റോകോക്കസ് ആൻജിനോസസ്, സ്ട്രെപ്റ്റോകോക്കസ് ഓസ്ട്രാലിസ്, കമേലി, കാനിസ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ബാക്ടീരിയകളുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. നമുക്ക് പ്രധാനപ്പെട്ട 2-3 ബാക്ടീരിയകളുണ്ട്, അതിലേക്ക് നമുക്ക് മാത്രം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സാധാരണയായിട്ട് ഈ ത്രോട്ട് ഇൻഫെക്ഷൻ വരാറുണ്ട് അല്ലേ, തൊണ്ടവേദന. ഈ തൊണ്ടവേദനയുടെ ഒന്നാമത്തെ കാര്യം ഈ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ. അപ്പോൾ നമുക്ക് ത്രോട്ട് ഇൻഫെക്ഷൻസ് വരുത്തുന്നത്, നമ്മൾ സ്റ്റെഫൈലോകോക്കസും സ്ട്രെപ്റ്റോകോക്കസും രണ്ടും ഗ്രാം പോസിറ്റീവാണ്, റൗണ്ട് ഷേപ്പ്ഡാണ്. അറേഞ്ച്മെൻറ്റിലുള്ള വ്യത്യാസമാണ് സ്ട്രെപ്റ്റോയും സ്റ്റെഫൈലോയും എന്ന് പറയാൻ കാരണം. എങ്കിലും ഇവർ പരത്തുന്ന അസുഖങ്ങളിലും വ്യത്യാസമുണ്ട്. നമ്മൾ സ്റ്റെഫൈലോകോക്കസ് കൂടുതലായിട്ട് നമ്മൾ സ്കിന്നിലും അതുപോലെ തന്നെ വേറെയൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഈ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ കൂടുതലായിട്ട് നമ്മളുടെ ത്രോട്ട് ഇൻഫെക്ഷൻ, നമുക്ക് തൊണ്ടവേദന കൂടുതലായിട്ട് വരുത്തുന്നത് ഈ സ്ട്രെപ്റ്റോകോക്കൽ ഫാരിങ്കൈറ്റിസ് അല്ലെങ്കിൽ സ്ട്രെപ്പ് ത്രോട്ട് എന്നൊക്കെ നമുക്ക് സാധാരണ പറയാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് പിങ്ക് ഐ, അതുപോലെ തന്നെ മെനിഞ്ചൈറ്റിസ്, അതുപോലെ തന്നെ ന്യൂമോണിയ, അതുപോലെ തന്നെ നെക്രോട്ടൈസിങ് ഫാസിറ്റൈസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ഇതൊക്കെ വരുത്താൻ കഴിവുള്ള ഒരു ബാക്ടീരിയയാണെന്ത് ഈ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ എന്ന് പറയുന്നത്. എന്നാൽ ഇതെങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഇത് ഒരു നോർമൽ കമൺസലാണ്, അല്ലെങ്കിൽ നമ്മളുടെ വായയിലും നമ്മളുടെ സ്കിന്നിലും നമ്മളുടെ ഇൻറ്റസ്റ്റൈനിലും അതുപോലെ തന്നെ നമ്മളുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലൊക്കെ ഉള്ള ഒരു കമൺസലായിട്ടുള്ള, കമൺസൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമൽ ബയോട്ടയാണ്. നോർമൽ ബയോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും കാണപ്പെടുന്ന ബാക്ടീരിയകളിൽപ്പെട്ട ബാക്ടീരിയ തന്നെയാണ് ഈ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ. പക്ഷെ അത് നോൺ പാത്തോജനിക് ആയിരിക്കും. എന്നാൽ ഈ സ്ട്രെപ്റ്റോകോക്കസിൻ്റെ ചില വകഭേദങ്ങൾ നമുക്ക് പാത്തോജനായിട്ട് മാറുന്നതാണ് പ്രശ്നമാകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇതൊരു ആൽഫ ഹിമോലൈറ്റിക് ബാക്ടീരിയ ആണ്. അപ്പോൾ ആൽഫ ഹിമോലൈറ്റിക് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്, അത് സ്വാഭാവികമായിട്ടും ബ്ലഡ് സെല്ലുകളെ മൊത്തമായിട്ട് നശിപ്പിക്കാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ചില സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ്, സ്ട്രെപ്റ്റോകോക്കസിനെ കുറിച്ചിട്ട് ഒരുപാട് പറയാനുണ്ട്. അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമ്മൾ പോകണ്ട. ഈ ഒരു ബാക്ടീരിയ എന്താണ്, ഏതാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കാം. അപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാക്ടീരിയ ഉണ്ട്. അത് നമുക്ക് ഫാരിങ്കൈറ്റിസ്, സെല്ലുലൈറ്റിസ്, എറിസിപ്പിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസ് അഗലാക്റ്റിയെ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. അത് സാധാരണയായിട്ട് ഹ്യൂമൻസിലും അതുപോലെ തന്നെ ഈ പശു, ഇതിലെ ആട്, ഇതിലൊക്കെ അസുഖം വരുത്താനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസ് ഡിസഗലാക്റ്റിയെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അത് സ്വാഭാവികമായിട്ട് കുറച്ചുകൂടിയും ഡേഞ്ചറസ് ആയിട്ടുള്ള ബാക്ടീരിയയാണ്. കാരണം എന്താ വെച്ചാൽ ബാക്ടീരീമിയ നമ്മളുടെ ബ്ലഡിലേക്ക് കടന്നിട്ട് അതിന് അസുഖമുണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ന്യൂമോണിയ സാധാരണ അറിയാം നമുക്ക് ലങ്സിനെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയയാണ് എന്ത് സ്ട്രെപ്റ്റോകോക്കസ് ഡിസ്ഗലാക്റ്റിയെ എന്ന് പറയുന്ന ഒരു. അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു
ബാക്ടീരിയ ഉണ്ട്. അത് നമ്മുടെ ഈ പല്ലുകളൊക്കെ കേടുവരുത്തുന്ന ഒരു ബാക്ടീരിയയാണ്. അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ, ആ പേരിൽ തന്നെ ഉണ്ട് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ നമ്മളുടെ ലങ്സിനെ ബാധിക്കുന്ന, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ന്യൂമോണിയ ബാധിച്ച് മരിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ കാരണമാകുന്ന ഒരു ബാക്ടീരിയയാണ് സ്ട്രെപ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വരുത്താനുള്ള കഴിവുള്ള ഒരു ബാക്ടീരിയ തന്നെയാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയകളെ നമുക്ക് ഗ്രൂപ്പ് എ, അതുപോലെ തന്നെ ഗ്രൂപ്പ് ബി, അതുപോലെ തന്നെ ഗ്രൂപ്പ് സി, ഡി, എഫ്, ജി, എച്ച് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഈ ബാക്ടീരിയകളെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുപോലെ ഓരോ ഗ്രൂപ്പിലുള്ള ബാക്ടീരിയകൾ ഏതൊക്കെയാണ് വരുന്നത്, അതിൻ്റെ അസുഖങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതിൽ കൂടുതലായിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് സാധാരണ ഇതിന് ട്രീറ്റ്മെൻറ്റ് വരുന്നത് പെൻസിലിൻ ബേസ്ഡ് ആയിട്ടുള്ള അമോക്സിസിലിൻ, ആംപിസിലിൻ, അതുപോലെ തന്നെ ഈ സെഫലോസ്പോറിൻസ് ആയിട്ടുള്ള മെഡിസിൻസ്, ക്ലിൻഡാമൈസിൻ, എറിത്രോമൈസിൻ, ജെൻഡാമൈസിൻ, ഇങ്ങനെ ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് ഇതിന് ട്രീറ്റബിളാണ്. എന്നാൽ ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, നമുക്ക് ന്യൂമോണിയ ബാധിച്ച് ഉണ്ടാക്കുന്ന അസുഖങ്ങൾക്കെല്ലാം അത് കുറച്ച് ഡേഞ്ചർ സ്റ്റേജിലെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ഒന്നും വർക്കാവാതെ വരാറുണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോകോക്കൈ, അതായത് സ്ട്രെപ് ന്യൂമോണിയ എന്ന് പറയുന്നത് ഒരു ഡിപ്ലോകോക്കൈ ബാക്ടീരിയയിൽ പെടുന്ന ഒരു ബാക്ടീരിയയാണ്. അതായത് ആ ബാക്ടീരിയയ്ക്ക് ചുറ്റും ഒരു ക്യാപ്സുലാർ കവറിങ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ക്യാപ്സുലാർ കവറിങ് ഉള്ള ബാക്ടീരിയകളെ നമ്മൾ ഈ മരുന്ന് കഴിച്ചാൽ നമുക്ക് അവരെ നശിപ്പിക്കാൻ കഴിയില്ല സ്വാഭാവികമായിട്ട്. അതുകൊണ്ടാണ് ഈ വയസ്സായ ആളുകളെല്ലാം ഈ ന്യൂമോണിയ ബാധിച്ച് മരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് എന്താണ്, സ്റ്റെഫൈലോകോക്കസ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലുകൾ നിങ്ങൾ തന്നെ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വേറൊരു അധ്യായമായിട്ട് നമുക്ക് വീണ്ടും കാണാം.